ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിൽ നാം മട്ടത്രികോണങ്ങളുടെ വശങ്ങളുടെ അംശബന്ധത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലേ? അതായത് ആ വശങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കുന്നതിനാണ് സൈൻ കോസ് തുടങ്ങിയ പുതിയ മെഷേഴ്സ് ഉപയോഗിക്കുന്നത്. പല ഉദ്യോഗങ്ങളിലും ഇരിക്കുന്ന ആൾക്കാർ പോലും സൈനും കോസും അന്ന് സ്കൂളിൽ പഠിപ്പിച്ചത് എന്താണ് എന്ന് ഇപ്പോഴും അറിയില്ല. അത് എന്തിനു വേണ്ടിയാണ് പഠിപ്പിച്ചത് എന്ന് അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. സൈൻ വിലയും കോസ് വിലയും നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മട്ടത്രികോണത്തിന്റെ കോണളവും ഒരു വശത്തിന്റെ നീളവും തന്നു കഴിഞ്ഞാൽ മറ്റു വശങ്ങളുടെ നീളം കാണാനുള്ള ഒരു അളവാണ്. സൈൻ വിലയും കോസ് വിലയും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കോണളവുകൾ എത്രയായാലും ആ മട്ടത്രികോണത്തിന്റെ ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ മറ്റു വശങ്ങളുടെ നീളം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം എന്ന് അല്ലേ? ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ റിട്ടയർഡായ ഒരു അധ്യാപികയാണല്ലോ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലുള്ള മരത്തിന്റെ കച്ചവടക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും വലിയ മരങ്ങൾ വാങ്ങാൻ വരുന്നത് ഏകദേശം ഒരേ സമയത്താണ്. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയോട് അടുത്ത സമയത്താണ് അവരെല്ലാവരും ഈ മരം വാങ്ങാൻ വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ആ സമയത്ത് മരത്തിന് എത്ര ഉയരമുണ്ട് എന്ന് കണക്കാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, നിഴലിൽ നോക്കിയാൽ മതി എന്ന്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സൂത്രം തന്നെയാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ അവർക്കത് അറിയില്ല അതാണ് ഉപയോഗിക്കുന്നത് എന്ന്. പിന്നെ അവർ ഏത് സമയത്തും അവർക്ക് വന്ന് മരത്തിന്റെ ഉയരം കണക്കാക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ ബിസിനസ് നടത്താം അല്ലേ? ഇതുപോലെ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിൽ നാം ഈ ഒരു ആശയം ഉപയോഗിക്കുന്നുണ്ട്. വശങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം നാം 2 തരം മട്ടത്രികോണങ്ങളിലാണ് പഠിച്ചത് അല്ലേ? അതായത് 45 ഡിഗ്രി 90 എന്നുള്ള മട്ടത്രികോണത്തിലും അതുപോലെ 30 60 90 എന്നുള്ള മട്ടത്രികോണത്തിലും നാം വശങ്ങൾ കണ്ടെത്താൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എങ്കിൽ അതല്ലാത്ത മറ്റു മട്ടത്രികോണങ്ങളും നമ്മുടെ മുന്നിൽ വരും. എങ്ങനെയാണ് അത് കണ്ടെത്തേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ബൈഹാർട്ട് രീതി പഠിച്ച കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വന്നതാണ് അല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ ആ ബൈഹാർട്ട് എന്നുള്ള രീതി, ഫോർമുല ബൈഹാർട്ട് പഠിക്കാതെ അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കൂ. നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്ക് മാത്സ് വിഷമമാണ് എന്ന് പറയാൻ കാരണം ഈ ഫോർമുല ബൈഹാർട്ട് പഠിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആ മാത്സിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് അതിലെന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ തോന്നും, അത് നമുക്ക് പ്രയോഗിക്കാനും തോന്നും. ക്ലിയർ? ഞാൻ ഇത്തരം ആശയങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം ആ വർക്ക്ഷീറ്റുകൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷൻ പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. കോണളവിന്റെ സൈൻ കോസ് വിലയെ കുറിച്ചാണ് ഇന്ന് നാം പറയാൻ പോകുന്നത് കേട്ടോ. വളരെ രസകരമാണ്, നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് വർക്ക്ഷീറ്റ് ഉപയോഗിക്കുക. വർക്ക്ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് PDF കോപ്പി ഫ്രീ ആയി കിട്ടുന്നതിന് ജോയിൻ ചെയ്യേണ്ട വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കമന്റായി ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യൂ. ഞാൻ ഇംഗ്ലീഷ് PDF കോപ്പി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണണമെങ്കിൽ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്കും കൂടി ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ, മരം വാങ്ങാൻ വരുന്ന കച്ചവടക്കാരെ ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയോട് അടുത്താണ് വരുന്നത്. ആ സമയത്ത് സൂര്യരശ്മികൾ 45 ഡിഗ്രിയിലാണ് വരിക എന്നും അതുകൊണ്ട് നമ്മുടെ മരത്തിന്റെ നിഴലിന്റെ നീളം എന്ന് പറയുന്നത് മരത്തിന്റെ ഉയരത്തിന് തുല്യമാകും എന്നും ഒരാശയം അവർക്കുള്ളത് കൊണ്ടാണത്രേ 45 ഡിഗ്രി എന്ന് അറിഞ്ഞിട്ടല്ല അവർ വരുന്നത്. ഈ മരത്തിന്റെ ഉയരം ഇവിടെ 45 ഡിഗ്രിയിലാണ് സൂര്യരശ്മികൾ വന്ന് പതിക്കുന്നതെങ്കിൽ ആ സമയത്ത് മരത്തിന്റെ ഉയരം എന്ന് പറയുന്നത് അതിന്റെ നിഴലിന്റെ നീളത്തിന് തുല്യമായിരിക്കും അല്ലേ? അപ്പൊ ആ നിഴലിന്റെ നീളം ഏകദേശം നോക്കിയാൽ അവർക്ക് മരത്തിന്റെ ഉയരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവർ മരം വാങ്ങാൻ വരുന്ന ആൾക്കാർ ആ സമയത്ത് വരുന്നത്. ക്ലിയർ ആയോ? അതൊരു നല്ലൊരു ടെക്നിക്കാണല്ലോ. അവിടെ അറിയാതെ തന്നെ നമ്മൾ ഈ ത്രികോണമിതിയാണ് അവിടെ ഉപയോഗിക്കുന്നത്, ട്രിഗണോമെട്രി ആശയങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാം അറിയുമായിരുന്നെങ്കിൽ 45 ഡിഗ്രി സമയത്ത് അല്ലെങ്കിൽ ഈ നീളം മരത്തിന്റെ ഉയരം പറയാൻ സാധിക്കും അല്ലേ? ത്രികോണത്തിന്റെ നമുക്ക് ഈ ഒരു കോണളവ് കിട്ടുമെങ്കിൽ മറ്റ് സമയങ്ങളിലും നമുക്ക് അത്തരം കച്ചവടങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. പല മേഖലകളിലും നമ്മൾ ഈ അളവുകൾ ത്രികോണമിതി ഉപയോഗിച്ചാണ് നാം ചെയ്യുന്നത് കേട്ടോ.
നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ പല കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന ആശയം ഇത് തന്നെയാണ്, ഈ ത്രികോണമിതി തന്നെയാണ്. ഒരു കോൺ 45 ഡിഗ്രിയുള്ള ഒരു ത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ സാധിക്കും? ഈ പി ആർ ക്യൂ എന്ന അകലം, ആറിൽ നിന്ന് എതിർവശത്തേക്കുള്ള ഈ ലംബ ദൂരം ആർ ക്യൂ എന്ന് പറയുന്ന ദൂരം 45 ഡിഗ്രിക്ക് എതിരെയാണ് അല്ലെ? അത് കിട്ടുന്നതിനെ എന്ത് ചെയ്താൽ മതി? 1/√2 ഇൻറ്റു 1/√2 ഇൻറ്റു പി ആർ കണ്ടാൽ മതി. 1/√2 ഇൻറ്റു പി ആർ കണ്ടാൽ മതി. അതായത് ഒരു സംഖ്യ 1/√2 എന്നൊരു നമ്പറിനെ ഒരാള് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? ഒരു മാജിക് ആയിട്ടുള്ള നമ്പർ നമ്മുടെ കയ്യിലുണ്ട് 1/√2. അപ്പൊ ഈ അകലം കാണാനും അടുത്ത 45-നെതിരെ കാണാനും ഇത് തന്നെയാണ് 1/√2 ഇൻറ്റു പി ആർ എന്ന് കണ്ടാൽ മതി. 30, 60, 90 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നോക്കൂ, ഒരു 30 ഡിഗ്രി കോണാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ, ഓക്കെ, 30 ഡിഗ്രി കോണാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്താണ് റേഷ്യോ പഠിച്ചത്? 30, 60, 90. 30-നെതിരെ 1 ആണെങ്കിൽ എന്തായിരുന്നു? 60-നെതിരെ √3, 90-നെതിരെ 2. ഇതായിരുന്നു അംശബന്ധം അല്ലേ? ഈ വശത്തിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി അതിൽ നിന്ന് നിങ്ങൾ ലംബം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ആ ലംബം. ഞാൻ ഇതിനെ പേര് കൊടുക്കുകയാണ് ABC. ശരിയല്ലേ? ഈ കോണിന്റെ ഒരു വശത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് ഒരു ബിന്ദു ചൂസ് ചെയ്ത്, ബി എന്ന ബിന്ദു ചൂസ് ചെയ്ത്, അതിൽ നിന്ന് ഏത് ബിന്ദു വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ബിന്ദു ബി എന്ന പോയിന്റ് അടയാളപ്പെടുത്തി. ആ പോയിന്റിൽ നിന്ന് ഞാൻ അടുത്ത വശത്തേക്ക് ലംബം വരയ്ക്കുകയാണെങ്കിൽ, പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഈ ലംബ ദൂരം എത്രയായിരിക്കും എന്ന് പറയാൻ സാധിക്കും. നമ്മൾ ഈ റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് പറയാൻ സാധിക്കും. കർണത്തിന്റെ, അതായത് ഈ AB എന്ന ഡിസ്റ്റൻസിന്റെ അല്ലെ, ശീർഷത്തിൽ നിന്ന് ഈ നമ്മൾ ചൂസ് ചെയ്ത AB ഉണ്ടല്ലോ, ആ AB എന്ന ഡിസ്റ്റൻസിന്റെ എത്ര ഭാഗമായിരിക്കും ഈ ഭാഗം, ഈ 30-നെതിരെയുള്ള ഭാഗം? AB എന്നത് എന്ന് പറയുന്നത് ഇതാണ്, 2 ആണ് അല്ലേ? 30-നെതിരെ 1 ആണെങ്കിൽ 90-നെതിരെ 2 എന്നാണ്. അപ്പൊ എത്ര ഭാഗമാണ്? 1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ? AB എന്ന വശത്തിന്റെ നീളത്തിന്റെ 1/2 ഭാഗമായിരിക്കും 30-നെതിരെയുള്ള വശം. ഓക്കെ, AB എന്ന ഈ വശം, ഈ ദൂരത്തിന്റെ, ഈ ഡിസ്റ്റൻസിന്റെ, ശീർഷത്തിൽ നിന്ന് വെർട്ടെക്സിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസിന്റെ 1/2 പാർട്ടായിരിക്കും ബിയിൽ നിന്ന് വരയ്ക്കുന്ന അടുത്ത വശത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ക്ലിയർ? ഇനി ഈ AC എന്ന വശം എത്രയായിരിക്കും? AC എന്ന വശം ആലോചിച്ച് നോക്കൂ. AC എന്ന് പറയുന്നത് നമുക്കറിയാം 60-നെതിരെയാണ്. ഇത് 60 ആണ്. 60-നെതിരെയുള്ള ഈ വശം ഉണ്ടല്ലോ, ആ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും നമുക്ക്? AC എന്ന വശത്തിന്റെ നീളം √60-നെതിരെയുള്ള വശമാണ്. 60-നെതിരെ, ഇവിടെ ശ്രദ്ധിക്കൂ, 60-നെതിരെയുള്ള വശമാണ്. √3 എന്നായിരുന്നു റേഷ്യോയിൽ. √3/2. കാരണം ഈ AB അടിസ്ഥാനമാക്കിയിട്ടാണ്, 90-നെതിരെയുള്ള വശത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ ഇവിടെ 90-നെതിരെ 2 ആണ്, 60-നെതിരെ √3 ആണ്. അപ്പൊ തീർച്ചയായിട്ടും 60-നെതിരെയുള്ള വശത്തിന്റെ നീളം കിട്ടാൻ √3/2 കൊണ്ട് ഗുണിക്കണം. √3/2 ഇൻറ്റു ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസ്? AB. ക്ലിയർ? AB എന്ന നീളം എത്രയായാലും AB എന്ന അകലത്തെ 1/2 കൊണ്ട് ഗുണിച്ചാൽ 30-നെതിരെയുള്ള വശം കിട്ടുമെന്നും 60-നെതിരെയുള്ള വശം കിട്ടാൻ √3/2 കൊണ്ട് ഗുണിച്ചാൽ മതി എന്നോ ഈ പുതിയ 2 അളവുകൾ, പുതിയ 2 നമ്പറുകളെ ഇവിടെ പരിചയപ്പെടുകയാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു 60 ഡിഗ്രി ഏതാണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ. ഈ എന്നിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇതിലേക്ക് വന്ന് മുട്ടുന്ന പോയിന്റിനെ ഞാൻ എൻ്റെ പേര് കൊടുക്കാം, O എന്ന പേര് കൊടുക്കുകയാണ്, MNO. എങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഈ ശീർഷത്തിൽ നിന്ന് N വരെയുള്ള ദൂരത്തിന്റെ നമ്മൾ എന്താ പരിശോധിക്കുന്നത്? ഈ ശീർഷത്തിൽ നിന്ന് N വരെയുള്ള അകലത്തിന്റെ എത്ര ഭാഗമാണ് എന്നിൽ നിന്ന് വരയ്ക്കുന്ന ലംബത്തിന്റെ നീളമെന്നും, അതുപോലെ ആ ലംബത്തിന്റെ അടിഭാഗം വന്ന് മുട്ടുന്ന പോയിന്റിലേക്ക് ഈ ശീർഷത്തിൽ നിന്ന് എത്ര ദൂരമുണ്ട് എന്നുമാണ് പഠിക്കുന്നത് അല്ലേ? അതായത് 60 ഡിഗ്രി ആണ് ഇവിടെ കോൺ തന്നിരിക്കുന്നത്. ഈ 60 ഡിഗ്രിയെ അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതാണ് ഇവിടെ പരിശോധിക്കുന്നത് കേട്ടോ. ഭാഗത്തിന്റെ, ഈ ഡിസ്റ്റൻസിന്റെ എത്ര ഭാഗമാണ് ഇവിടെ ഉള്ളത് എന്നതാണ്. ഇവിടെ 2 ആണ്, 60-നെതിരെ √3/2.
3/2 ഭാഗമാണ് ഏതിന്റെ mn എന്ന ഡിസ്റ്റൻസിന്റെ. mn എന്ന അകലത്തിന്റെ √3/2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? no എന്ന അകലം കിട്ടും. ക്ലിയർ? അതുപോലെ mo കിട്ടണമെങ്കിലോ ഈ mn എന്ന ഈ അകലത്തെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കേണ്ടി വരും? ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കേണ്ടി വരും? എത്ര ഭാഗമായിരിക്കും എന്നുള്ളതാണ്. എത്ര ഭാഗമായിരിക്കും? ഇവിടെ കാണുന്നത് 1/2 ഭാഗമായിരിക്കും. 1/2 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ക്ലിയർ? 60നെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 60ന്റെ എതിരെയുള്ള ഈ വശത്തെ നമുക്ക് നീളം കിട്ടുന്നതിന് ഈ m മുതൽ n വരെയുള്ള ദൂരത്തെ √3/2 എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കണം. അതുപോലെ ഈ ഫൂട്ടിലേക്ക് അല്ലെ പെർപെൻഡിക്കുലറിന്റെ ഫൂട്ടിലേക്ക് ഉള്ള അകലം കിട്ടുന്നതിന് 1/2 കൊണ്ട് ഗുണിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പൊ ഈ സംഖ്യകൾ എന്താണ്? ആംഗിൾ സെയിം ആണെങ്കിൽ ഈ സംഖ്യകൾ ഒരിക്കലും മാറില്ല. നമ്മൾ എവിടെ എടുത്താലും ത്രികോണത്തിന്റെ വലിപ്പം എത്ര കൂടിയാലും കുറഞ്ഞാലും ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന, അതായത് ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള എം പിയുടെ √3/2 ഭാഗം തന്നെയായിരിക്കും. എം പി എന്ന നീളത്തിന്റെ √3/2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ 60ന് എതിരെയുള്ള ഈ ലംബ ദൂരം കിട്ടും. ക്ലിയർ? അതുപോലെ ഈ അകലം കിട്ടുന്നതിനെ നമ്മൾ ഈ അകലം ഇവിടെ പേര് Q. MQ എന്ന് പറയുന്നത് ഈ അകലം കിട്ടുന്നതിനെ എന്ത് ചെയ്താൽ മതി? MP യെ ഏത് കൊണ്ട് ഗുണിച്ചാൽ മതി? ഏത് കൊണ്ട്? 1/2 കൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. ക്ലിയർ? ഇങ്ങനെയുള്ള സംഖ്യകൾ നമുക്ക് കിട്ടിയത് ഈ റേഷ്യോയിൽ നിന്നാണ്. ശരിയല്ലേ? നമുക്ക് ഈ റേഷ്യോ അറിയുന്നത് കൊണ്ടാണ്, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം അറിയുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? ഏത് സംഖ്യ കൊണ്ടാണ് ഗുണിക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. പക്ഷേ 45, 30, 60 അല്ലാത്ത മറ്റു ത്രികോണങ്ങളും നമ്മുടെ മുന്നിൽ എത്താം അല്ലേ? അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. വേറെ കോണളവുകൾ, ഉദാഹരണത്തിന് 90 ഡിഗ്രി ഒരു കോൺ ആണെങ്കിൽ മറ്റു 2 കോണുകളുടെ തുക 90 ആയാൽ പോരെ? അത് നമുക്ക് ഏത് വിധത്തിലും എടുക്കാം അല്ലേ? 1 ഡിഗ്രി ആണെങ്കിൽ രണ്ടാമത്തെ കോൺ 89 ഡിഗ്രി ആയാൽ മതി. ശരിയല്ലേ? ഒരു ന്യൂനകോൺ, ഒരു അക്യൂട്ട് ആംഗിൾ 2 ഡിഗ്രി ആണെങ്കിൽ അടുത്ത അക്യൂട്ട് ആംഗിൾ എത്രയാകണം? 88 ഡിഗ്രി ആയാൽ മതി. ഇത്തരം ത്രികോണങ്ങളുടെയൊക്കെ വശങ്ങളുടെ ബന്ധം നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് പറയാൻ ഇപ്പോഴറിയില്ല. ക്ലിയർ? അപ്പൊ നമ്മള് ഇവിടെ അതിനു വേണ്ടി നമ്മുടെ മുൻപുള്ള ഗണിതശാസ്ത്രജ്ഞരെ ഈ ഇത്തരം ത്രികോണങ്ങളുടെ വശങ്ങളുടെ ബന്ധത്തെ നമുക്ക് പട്ടികയാക്കി ഈ അംശബന്ധത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ അംശബന്ധത്തെ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉദാഹരണം, 40 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് കർണത്തിന്റെ എത്ര ഭാഗമായിരിക്കും? കർണം 1 യൂണിറ്റ് ആണെങ്കിൽ 40 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശത്തിന്റെ നീളം 0.6428 പാർട്ടായിരിക്കും, ഭാഗമായിരിക്കും. ക്ലിയർ? കർണത്തിന്റെ 0.6428 ഭാഗമായിരിക്കും 40ന് എതിരെയുള്ള വശം എന്നാണ് അവർ കണ്ടുപിടിച്ചത്. ത്രികോണത്തിന്റെ വലിപ്പം എത്രയായാലും 40 ഡിഗ്രി ഏത് കോണളവായാലും മട്ടത്രികോണമാണെങ്കിൽ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ കർണം എത്രയാണോ അതിന്റെ എത്ര ഭാഗമായിരിക്കും? 0.6428 ഭാഗമായിരിക്കും ഈ 40ന് എതിരെയുള്ള വശം എന്നാണ്. ക്ലിയർ? ഇവിടെ ഈ സൈഡ് 10 ആകുമ്പോൾ, ഈ സൈഡ് കർണം 10 ആണെങ്കിൽ ഇവിടെ എത്രയായിട്ട് മാറും? ഈ വശവും ഇതിന്റെ 10 ടൈംസ് ആയിട്ട് മാറും. അതായത് 10 ടൈംസ് 10 മടങ്ങ്, ഇതിന്റെ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ 6.428 ആയിട്ട് മാറും. അതായത് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, കർണം 1 ആണെങ്കിൽ 0.6428 എന്ന് പറഞ്ഞാൽ കർണത്തിന്റെ 0.6428 ഭാഗമായിരിക്കും അതിന്റെ എതിർവശം, 40 ഡിഗ്രിക്ക് എതിർവശം എന്നുള്ളതാണ്. ക്ലിയർ? ഇത് കർണത്തിന്റെ എന്ന് പറഞ്ഞാൽ കർണം ഛേദമാണ് അല്ലേ? കർണത്തിന്റെ എത്ര ഭാഗമാണ് 40 ഡിഗ്രിക്ക് എതിർവശം എന്നാണ്. അതായത് 40 ഡിഗ്രിക്ക് എതിർവശം അല്ലേ? കർണത്തിന്റെ എത്ര ഭാഗമാണ് 40 ഡിഗ്രിക്ക് എതിർവശം? ഹൈപ്പോട്ടന്യൂസിന്റെ എത്ര പാർട്ടാണ് ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്നതാണ് 0.6428 ആയിരിക്കും. ഇത് 0.6428 ആയിരിക്കും ഏകദേശം. ക്ലിയർ? ഈ ഒരു
ബന്ധത്തെ, ഈ ഒരു അംശബന്ധത്തെ നമ്മൾ പറയുന്നതാണ് സൈൻ അളവ്. അതായത് സൈൻ 40 ഡിഗ്രിയുടെ സൈൻ അളവ്. ക്ലിയർ? സൈൻ എന്നാണ് കേട്ടോ. ഏതിന്റെ? 40 ഡിഗ്രിയുടെ സൈൻ വില എന്നാണ്. 40 ഡിഗ്രിയുടെ സൈൻ വില. 40 ഡിഗ്രിയുടെ സൈൻ വില എന്ന് പറഞ്ഞാൽ എന്താണ്? 40 ഡിഗ്രിയുടെ എതിർവശം ആ മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് എന്ത്? സൈൻ വില. ക്ലിയർ? 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശം. കർണം എന്തായാലും, കർണം എപ്പോഴും വലുതായിരിക്കുമല്ലോ. കർണം വലുതായിരിക്കും അല്ലേ? ആ കർണത്തിന്റെ എത്ര ഭാഗമാണ്? ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എതിർവശം കർണത്തിന്റെ 2/1 അല്ലേ? ഇവിടെ 30 ഡിഗ്രിക്ക് എതിർവശം കർണത്തിന്റെ 1/2 ഭാഗം, അതായത് 0.5. കർണത്തിന്റെ 0.5 ഭാഗമാണ്. 2/1 എന്ന് പറഞ്ഞാൽ അതിനെ എന്താക്കാം? 2/1 എന്നത് തന്നെയാണ് 0.5. കർണം 1 ആണെങ്കിൽ ഇവിടെ 0.5 ആയിരിക്കും. കർണം 2 ആണെങ്കിൽ ഇവിടെ ഡബിൾ ആയി കഴിഞ്ഞാൽ ഈ വശവും ഡബിൾ ആവും. 0.5 അതിന്റെ ഇരട്ടിയാവും, 1 മാറും. കർണം 1 യൂണിറ്റ് ആണെങ്കിൽ, കർണം 1 യൂണിറ്റ് ആണെങ്കിൽ 40 ഡിഗ്രിക്ക് എതിർവശം 0.6428 യൂണിറ്റ് ആയിരിക്കും ഏകദേശം കേട്ടോ. ഈ സംഖ്യയാണ് എന്ത്? സൈൻ 40 എന്ന് പറയുന്നത്. സൈൻ 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് സൈൻ 40. ക്ലിയർ? ഇവിടെ സൈൻ 40 ഡിഗ്രിക്ക് എതിർവശം ബൈ കർണം. 40 ഡിഗ്രിക്ക് എതിർവശം എന്ന് പറഞ്ഞാൽ എസിയുടെ കർണം AC, ഹൈപ്പോട്ടന്യൂസ് ACയുടെ എത്ര ഭാഗം എന്നുള്ളതാണ് സൈൻ 40 അല്ലേ? സൈൻ A എന്ന് പറയുന്നത് BC ബൈ AC എന്നുള്ളതാണ്. ക്ലിയർ? സൈൻ എന്താണ് എന്ന് അറിയില്ല എന്ന് പറയല്ലേ. സൈൻ എന്ന് പറയുന്നത് കർണത്തിന്റെ എത്ര ഭാഗമാണ് ആ കോണളവിന്റെ എതിർവശം എന്ന് സൂചിപ്പിക്കുന്ന ആ സംഖ്യയാണ് എന്ത്? സൈൻ വില എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 40 ഡിഗ്രിക്ക് ഇത് എതിർവശമാണെങ്കിൽ ഈ വശത്തിന് ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? ഇത് കർണമാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. ഏതൊരു മട്ടത്രികോണത്തിലും ഏറ്റവും നീളം കൂടിയ വശം ഹൈപ്പോട്ടന്യൂസ് കർണമാണ് അല്ലേ? 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം. ഇതിന്റെ അടുത്തുള്ള ഈ കോൺ എയുടെ അടുത്തുള്ള ഈ കോണിന്റെ ഒരു വശമായിട്ട് വരുന്ന ഈ വശത്തെയാണ് കർണമല്ലാത്ത മറ്റേ വശം അല്ലേ? ആ വശത്തിനാണ് സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. 40 ഡിഗ്രിയുടെ സമീപവശം കേട്ടോ. 40 ഡിഗ്രിയുടെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ്. ക്ലിയർ അല്ലേ? ഇത് 40 ഡിഗ്രിക്കാണ് അടുത്തുള്ളത്, എന്നാൽ 50 ഡിഗ്രിക്ക് എതിരെയാണുള്ളത്. നമ്മൾ 40 ഡിഗ്രി വെച്ചാണ് പറയുന്നത്. 40 ഡിഗ്രിയുടെ സമീപവശം അഡ്ജസന്റ് സൈഡാണ് ഏത്? AB. 40 ഡിഗ്രിയുടെ എതിർവശമാണ് BC. അപ്പോൾ ഈ 40 ഡിഗ്രിയുടെ സമീപവശം എത്ര നീളമായിരിക്കും? ഇവിടെ 1 യൂണിറ്റ് ആണെങ്കിൽ ഇതിന്റെ നീളം 0.7660 ആയിരിക്കും ഏകദേശം. ക്ലിയർ? ഇതിന്റെ അർത്ഥം എന്താണ്? 40 ഡിഗ്രിയുടെ അടുത്തുള്ള വശം ഏതൊരു മട്ടത്രികോണത്തിലും വലിപ്പം എത്രയായാലും കർണത്തിന്റെ എത്ര ഭാഗമായിരിക്കും? 0.7660 പാർട്ടായിരിക്കും, ഭാഗമായിരിക്കും. ത്രികോണത്തിന് വലിപ്പം ഇവിടെ ബാധിക്കില്ല. മനസ്സിലായോ? ഈ സംഖ്യയെ ബാധിക്കില്ല എന്നുള്ളത്. കർണത്തിന്റെ എത്ര ഭാഗമാണ് അതിന്റെ എതിർവശം എന്ന് സൂചിപ്പിക്കുന്നത് സൈൻ വിലയും ആ കോണിന്റെ സൈൻ വിലയും, കർണത്തിന്റെ എത്ര ഭാഗമാണ് സമീപവശം എന്ന് സൂചിപ്പിക്കുന്ന ആ സംഖ്യ ആ കോണളവിന്റെ കോസ് വിലയുമാണ്. നോക്കൂ, നമ്മൾ പഠിക്കാത്ത മറ്റൊരു ത്രികോണമാണ് ഇവിടെ കോണളവ് 40 ഡിഗ്രി, 90 ഡിഗ്രി. ഈ കോണളവ് തീർച്ചയായിട്ടും 50 ഡിഗ്രി ആയിരിക്കും അല്ലേ? 50 ഡിഗ്രി ആയിരിക്കും. ഈ നമുക്ക് 40 ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വശങ്ങളെ എങ്ങനെ പറയാം എന്ന് നോക്കാം. 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശം കണ്ടോ? എതിരെ, അതാണ് BC എന്ന് പറയുന്നത്. എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡാണ്, എതിർവശമാണ് ഏത്? BC എന്ന് പറയുന്നത്. കോൺ എക്ക് എതിർവശം എന്ന് പറയുന്നത് A ഉൾപ്പെടാത്ത BC ആണ്. BC എന്ന വശമാണ് എതിർവശം. മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ A എന്ന കോണിന്റെ അടുത്ത് 2 വശങ്ങളുണ്ട്. ഒന്ന് ഇതുമാണ്
അല്ലേ? എ എന്ന ശീർഷത്തിന്റെ അടുത്തുള്ള രണ്ട് വശങ്ങളാണ് ഈ രണ്ട് വശങ്ങൾ. പക്ഷെ ഇവന് ഓൾറെഡി ഈ വശത്തിന് ഓൾറെഡി നമുക്കൊരു പേരുണ്ടല്ലോ. എന്താണ്? മട്ടത്രികോണത്തിന് 90-നെതിരെ വരുന്ന വശത്തിനെ എപ്പോഴും കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എന്നാണ് പറയുക. അതുകൊണ്ട് ഇതിന് പേരുണ്ട്. ഇനി പേരില്ലാത്തത് ഇതാണ്, അല്ലേ? ഈ കോൺ വെർട്ടെക്സ് എ, ശീർഷം എയിൽ നിന്ന് വരുന്ന ഈ കോണിന്റെ രണ്ട് സൈഡുകൾ, അതിലെ ഈ സൈഡിനെയാണ് എയുടെ സമീപവശം. ഇവിടെ 40 ഡിഗ്രിക്ക് സമീപവശം, സമീപത്ത്, അടുത്ത് 40 ഡിഗ്രി, അതായത് എയുടെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഏതാണ് ഒരു ത്രികോണത്തിന്റെ ഒരു കോണളവിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ ത്രികോണത്തിന്റെ വശങ്ങളെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 40 ഡിഗ്രി കോൺ എ എന്ന് പറയാം. കോൺ എയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് BC ആണ്, ഓപ്പോസിറ്റ് സൈഡ്. കോൺ എയുടെ സമീപവശം അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? AB ആണ്. ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും അറിയാം AC-യുടെ പേര് ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം എന്നാണ്. ക്ലിയർ അല്ലേ? നോക്കൂ, കോൺ ആറിനെ അടിസ്ഥാനമാക്കിയിട്ട് അക്യൂട്ട് ആംഗിൾ ന്യൂന കോൺ ആറിനെ അടിസ്ഥാനമാക്കി സൈൻ വിലയും കൊസൈൻ വിലയും ഒന്ന് പറഞ്ഞു നോക്കൂ. എന്താണ് സൈൻ ആർ എന്ന് പറയുന്നത്? ഈ കോൺ അളവിന്റെ സൈൻ ആംഗിൾ ആർ അത് എത്രയാണ്? അത് എങ്ങനെ കണ്ടുപിടിക്കും? സൈൻ എന്ന് പറയുന്നത് എതിർവശം ബൈ കർണമാണ്, അല്ലേ? കോൺ ആറിന്റെ എതിർവശം ബൈ കർണമാണ്. കോൺ ആറിന്റെ എതിർവശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ. അതായത് ആംഗിൾ ആറിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ക്ലിയർ? ഇവിടെ ഏതാണ് എതിർവശം? ആർ എന്ന ആംഗിളിനെ അടിസ്ഥാനമാക്കി എതിർവശം, എതിരെയുള്ള വശം PQ കണ്ടോ? PQ ബൈ കർണം എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് PR, അല്ലേ? PR. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇതിന്റെ കൊസൈൻ ആർ എന്ന് പറഞ്ഞു നോക്കൂ. കോസ് ആംഗിൾ ആർ എത്രയാണ്? ആംഗിൾ ആറിന്റെ കൊസൈൻ വില എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ ആറിന്റെ കൊസൈൻ എന്ന് പറഞ്ഞാൽ സമീപവശം, ആംഗിൾ ആറിന്റെ സമീപവശം അഡ്ജസന്റ് സൈഡ്. ഏതിന്റെ എത്ര ഭാഗമാണോ? കർണത്തിന്റെ, ഹൈപ്പോട്ടിന്യൂസിന്റെ എത്ര ഭാഗമാണ്? അതായത് ആംഗിൾ ആറിന്റെ സമീപവശം ബൈ കർണം എന്നുള്ളതാണ്. ഇവിടെ ഏതാണ് മക്കളെ ആറിന്റെ സമീപവശം? ആറിന്റെ സമീപവശം അടുത്തുള്ള, ആറിന് തൊട്ടടുത്തുള്ള രണ്ട് വശങ്ങൾ. ഇത് കർണമാണ്. തീർച്ചയായിട്ടും QR ആയിരിക്കും, അല്ലേ? QR ബൈ കർണം എന്ന് പറയുന്നത് PR. ഓക്കെ അല്ലേ? ഇനി ഏത് ട്രയാങ്കിൾ എങ്ങനെ തിരിഞ്ഞു വന്നാലും ഈ രീതിയിലാവണമെന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിത്രം തരാം. ഇതിലൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് 20 ആണെങ്കിൽ, ഇത് 20 ഡിഗ്രി ആണെങ്കിൽ 20 ഡിഗ്രിക്ക് ഇതാണ് എതിർവശം. ഇത് എതിർവശം 20യുടെ ഇത് കർണമാണ്, ഉറപ്പാണ്. 90 ഡിഗ്രിക്ക് എതിരെ കർണമാണ്, അല്ലേ? 20 ഇത് സമീപവശം. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. പല കുട്ടികൾക്കും എതിരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണെന്ന് അറിയില്ല, സമീപവശം അഡ്ജസന്റ് സൈഡ് ഏതാണെന്നും അറിയില്ല. അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റേ സൈനും കോസും കൂടുതലായിട്ട് പഠിച്ചു തുടങ്ങാൻ. അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചുള്ള പ്രോബ്ലംസ് പരിശോധിച്ച് നോക്കാം, അല്ലേ? നമുക്ക് ഇവിടെ കോൺ C 45 എന്നും കോൺ B 90 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഉറപ്പാണ് മൂന്നാമത്തെ കോണും എത്ര തന്നെയായിരിക്കും? 45 ഡിഗ്രി തന്നെ ആയിരിക്കും. നമ്മൾ നോക്കുന്നത് C എന്ന ശീർഷത്തിലുള്ള കോണിനെയാണ് കേട്ടോ. ഈ 45 ഡിഗ്രിയാണ് നമ്മൾ അടിസ്ഥാനമാക്കുന്നത്. എങ്കിൽ നമുക്ക് സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം ഈ റേഷ്യോ നമുക്കറിയേണ്ടതാണ്. 45-നെതിരെ 1 ആണെങ്കിൽ അടുത്ത 45-നെതിരെയും 1 ആയിരിക്കുമെന്നും ഇത് √2 ആകും എന്നും നമ്മൾ പഠിച്ചതാണ്, അല്ലേ? ഈ 45-ന്റെ എതിർവശമാണിത്. അറിയാത്തവരെ ഇങ്ങനെ ചിത്രം വരച്ച് എഴുതി പഠിക്കുക കേട്ടോ. ഏതാണ് എതിരെയെന്നും ഏതാണ് സമീപം. സിയുടെ സമീപവശമാണിത്, അഡ്ജസന്റ് സൈഡ്. ഇതിനെയാണ് കർണം എന്ന് പേര് പറയുന്നത്. ഇനി പറഞ്ഞു നോക്കൂ, സൈൻ 45 എന്ന് പറയുന്നത് 45 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം. കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്നാണ്, അല്ലേ? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അത് എത്രയാണ്? 45 ഡിഗ്രിയുടെ എതിരെ 1 ആണ്, കർണം √2 ആണ്. 1/√2. പല സൂത്രങ്ങളും ഇത് പഠിക്കാനുണ്ടാവും.
പക്ഷേ നിങ്ങൾ ആ സൂത്രങ്ങളൊക്കെ പഠിച്ച് അവസാനം ഒരു സൂത്രവും ഇല്ലാത്ത അവസ്ഥയിലെ പരീക്ഷാ ഹാളിൽ പേടിച്ചിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ മട്ടത്രികോണത്തെ മനസ്സിൽ കണ്ടാൽ മതി. 1/1√2 എന്ന് മാത്രം പഠിക്കുക. പിന്നെ സൈനും കോസും ഒക്കെ എന്തായാലും പഠിക്കേണ്ടതാണ് അല്ലേ. കോസ് 45 ഡിഗ്രി ഒന്ന് കണ്ടെത്തുക. കോസ് 45 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിക്ക് സമീപവശം ബൈ കർണം. കർണത്തിന്റെ എത്ര ഭാഗമാണ് 45 ഡിഗ്രിയുടെ സമീപവശം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ? അത് എത്രയാണ്? 45 ഡിഗ്രിയുടെ സമീപവശം ഇതാണ്. BC ബൈ കർണം AC. BC ബൈ AC 1/√2 തന്നെയാണ്. അതായത് ഒരേ ഒരു കോണളവിന് മാത്രമേ സൈൻ വിലയും കൊസൈൻ വിലയും കോസ് വിലയും ഒരേ നമ്പർ വരൂ. 1/√2 അതാണ് നമ്പർ. അത് ഏത് കോണളവിനാണ്? 45 ഡിഗ്രിക്കാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് കോണളവിനാണ് സൈൻ വിലയും കോസ് വിലയും തുല്യമാകുന്നത് എന്ന് ചോദിച്ചാൽ 45 ഡിഗ്രിക്കാണ്. കാരണം അത് എത്രയാണെന്ന് ചോദിച്ചാൽ 1/√2. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഇനി 30, 60, 90 നോക്കാം. 30 ഡിഗ്രിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ 60 അടയാളപ്പെടുത്തുന്നില്ല. നോക്കൂ, 30 ഡിഗ്രിയുടെ എതിർവശം അത് ഇതാണ് അല്ലേ, BC. ഇതാണ് എതിർവശം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡ്. കോൺ എയുടെ 30 ഡിഗ്രിയുടെ എതിരെ. ഇനി 30 ഡിഗ്രിയുടെ അടുത്തുള്ള രണ്ട് വശങ്ങളിൽ ഏതാണ് അതിന്റെ സമീപവശം എന്ന പേരിൽ അറിയപ്പെടുക? ഇത് കർണമാണ്. അത് ആദ്യം എഴുതി വെച്ചാൽ പിന്നെ സംശയം വരില്ല. കോൺ 90 ഡിഗ്രിക്ക് എതിരെയുള്ളത് കർണമാണ് കേട്ടോ. അപ്പോൾ 30 ഡിഗ്രിയുടെ സമീപവശമാണ് അഡ്ജസെന്റ് സൈഡ്. സമീപവശം അല്ലെങ്കിൽ അഡ്ജസെന്റ് സൈഡ്. ഇനി എഴുതി നോക്കിക്കോളൂ. ഇതാണ് പല കുട്ടികൾക്കും തെറ്റാൻ സാധ്യത. ഇനി കോസ് 30 എഴുതുക. കോസ് 30. കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം കർണത്തിന്റെ എത്ര ഭാഗമാണ്. എന്താണ് കോസ് 30 എന്ന് പറഞ്ഞാൽ? 30 ഡിഗ്രിക്ക് സമീപത്തുള്ള വശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന നമ്പറാണ്. അതായത് 30 ഡിഗ്രിക്ക് സമീപവശം, മറക്കരുത് 60 ഡിഗ്രിക്ക് സമീപമല്ല, 30 ഡിഗ്രിക്ക് സമീപവശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദ്യം. 30 ഡിഗ്രിക്ക് സമീപവശം, 30 ഡിഗ്രിക്ക് സമീപവശം √3 ആണ്. √3/2. √3/2. ക്ലിയർ? കോസ് 30 √3/2. ഇനി 60 ഡിഗ്രിയുടെ നോക്കി നോക്കാം. ഇത് 30, ഇത് 60, ഇത് 90. 60 മാത്രം അടയാളപ്പെടുത്തുക തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ന്യൂനകോൺ മാത്രം അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പൊ 60 ഡിഗ്രിക്ക് എതിരെ ഇതാണ്. 60 ഇത് കർണമാണ്, അത് ആദ്യം എഴുതി വയ്ക്കുക. 60 ഡിഗ്രിക്ക് അടുത്തുള്ളത് ഇതാണ് സമീപവശം. ഓക്കെ, നമുക്കറിയുന്ന പോയിന്റ് ഇത് 30 ആണ്. 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3 ആണെന്നും 90-നെതിരെ 2 ആണെന്നും നമുക്കറിയാം. ഓക്കെ, ഇനി റേഷ്യോ പറഞ്ഞോളൂ. സൈൻ 60. സൈൻ 60 വേഗം പറയൂ. സൈൻ എന്ന് പറഞ്ഞാൽ എതിർവശം, 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം. 60 ഡിഗ്രിക്ക് എതിർവശം എത്രയാണ്? √3 ബൈ കർണം 2. ഓക്കെ അല്ലേ? ഇനി കോസ് 60. കോസ് 60 എങ്ങനെയാണ്? 60 ഡിഗ്രിക്ക് കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണാണ്. കോസ് 60 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിക്ക് സമീപവശം 1 ബൈ കർണം അല്ലേ, 2. 1/2. അപ്പൊ സൈനും കോസും എന്താണെന്ന് മനസ്സിലാക്കുക. സൈൻ എന്ന് പറയുന്നത് ആ കോണിന്റെ എതിർവശത്തെ കർണം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യ. അതായത് എതിർവശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ. അതുപോലെ കോസ് എന്ന് പറയുന്നത് ആ കോണളവിന്റെ സമീപത്തുള്ള വശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. ക്ലിയർ? 45, 60 തുടങ്ങിയ ന്യൂനകോണുകളുടെ സൈൻ വിലയും കോസൈൻ വിലയും എന്താണെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കരുത്, എതിർവശം ഒരു കോണിന്റെ എതിരെയുള്ള വശം ഏതാണെന്നും സമീപത്തുള്ള വശം ഏതാണെന്നും കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ നോക്കൂ, സൈൻ 30 ഡിഗ്രി എത്രയാണ്? നിങ്ങൾ ഇതിലേക്ക് നോക്കിയാൽ മതി. 30 ഡിഗ്രിയുടെ എതിരെയുള്ള വശം 1 അല്ലേ. നമ്മൾ ആ റേഷ്യോ ഇവിടെ എഴുതി വയ്ക്കുക. അല്ലാതെ പാട്ട് പഠിക്കാം, പക്ഷേ പല സൂത്രങ്ങളും പലരും പറയുന്നുണ്ട്. നമ്മൾ ബേസിക് അടിസ്ഥാനം വെച്ച് പറയുകയാണ്. 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1 ബൈ കർണം. ഇതാണ് എതിരെ അല്ലേ. 30 ഡിഗ്രിക്ക് എതിരെ 1 ആണെങ്കിൽ കർണം 2, 1/2.
അടുത്ത് കോസ് 30. അടുത്തത് കോസ് 30. 30ന്റെ അടുത്തുള്ള വശം സമീപവശം √3 കാരണം 2 √3/2 √3/2. ഓക്കെ, ഇനി 45 ഡിഗ്രി ഈ മട്ടത്രികോണാണ് അല്ലേ. 45 ഡിഗ്രി ഞാൻ ഒരു 45 അടയാളപ്പെടുത്താം, അത് വെച്ച് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. സൈൻ വില എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം, എതിരെയുള്ള വശം 1/കർണം √2, അതായത് 1/√2. ഓക്കെ, ഇനി കോസ് 45. കോസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓർക്കണം അടുത്തുള്ള വശം, അതായത് സമീപവശം ബൈ കർണം 1/√2. അടുത്തത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി ഇവിടെയാണ്. നമ്മൾ ഇതേ മട്ടത്രികോണം തന്നെ ഉപയോഗിക്കാം. 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം √3/കർണം 2. സൈൻ 60 എന്ന് പറഞ്ഞാൽ സൈൻ 60 √3/2 അല്ലേ. കോസ് 60 സമീപത്തിലെ വശം 1/കർണം 2 1/2. സിമ്പിൾ അല്ലേ. അപ്പൊ മട്ടത്രികോണത്തെ ഓർത്താൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും. ആ റേഷ്യോ ഓർത്ത് വെച്ചാൽ ആ മട്ടത്രികോണം സൈഡിൽ വരച്ചു വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എതിർവശം സമീപവശം ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും.